ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂവൽ ആൻഡ് കമ്പഷൻ ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ച പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡീസൽ സൈക്കിൾ കമ്പഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഓപ്ഷൻസ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഡീസൽ സൈക്കിളിൽ കമ്പസ്റ്റൻ അല്ലെങ്കിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഡീസൽ സൈക്കിൾ? ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് ഡീസൽ സൈക്കിൾ. ഡീസൽ സൈക്കിളിൻ്റെ PV ഡയഗ്രവും TS ഡയഗ്രവുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഡീസൽ സൈക്കിളിലെ 4 പ്രോസസ്സുകൾ, ഒന്ന് റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സ്, പിന്നെ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ, റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഈ 4 പ്രോസസ്സാണ് ഡീസൽ സൈക്കിളിലുള്ളത്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ ഡീസൽ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് അല്ലെങ്കിൽ കമ്പസ്റ്റൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. ആൻസർ ഓപ്ഷൻ എ, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇനി ഈ ഡീസൽ സൈക്കിളിൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ബിഫോർ കംപ്രഷൻ ഡിവൈഡഡ് ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ, അതായത് V1/V2 ആയിരിക്കും. കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു V1/V2, വോളിയം ബിഫോർ കംപ്രഷൻ ഡിവൈഡഡ് ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ. ഇനി ഡീസൽ സൈക്കിളിൻ്റെ കേസിൽ നമ്മൾ പറയുന്ന നെക്സ്റ്റ് ടേമാണ് കട്ട് ഓഫ് റേഷ്യോ. കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ആഫ്റ്റർ ഹീറ്റ് അഡീഷൻ ഡിവൈഡഡ് ബൈ വോളിയം ബിഫോർ ഹീറ്റ് അഡീഷൻ, അതായത് V3/V2 ആണ് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. V3/V2. ഇനി നെക്സ്റ്റ് എക്സ്പാൻഷൻ റേഷ്യോ, വോളിയം ആഫ്റ്റർ എക്സ്പാൻഷൻ ഡിവൈഡഡ് ബൈ വോളിയം ബിഫോർ എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് V4/V3. ഈ ഡീസൽ സൈക്കിളിൻ്റെ കേസിൽ നമ്മൾ ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻസ് ഓർത്ത് വെക്കണം. എഫിഷ്യൻസി ഇക്വേഷൻ ഈക്വൽ ടു 1 - 1/R⁻⁻1 ഇൻറ്റു RC⁻⁻1 ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു RC-1. ഇതിൽ R എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്, RC എന്ന് പറയുന്നത് കട്ട് ഓഫ് റേഷ്യോ ആണ്, ഗാമ എന്ന് പറയുന്നത് അഡിയബാറ്റിക് ഇൻഡെക്സ് ആണ്. എയറിൻ്റെ കേസിൽ ഗാമയുടെ വാല്യൂ 1.41 ആണ്. ഇനി ഡീസൽ സൈക്കിളിൻ്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട 1-2 പോയിന്റ്. ഡീസൽ സൈക്കിളിൻ്റെ കംപ്രഷൻ റേഷ്യോ വളരെ ഹൈ ആയിരിക്കും. ഓട്ടോ സൈക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ സൈക്കിളിൻ്റെ കംപ്രഷൻ റേഷ്യോ ഹൈ ആയിരിക്കും. മറ്റൊരു പോയിന്റ്, സെയിം കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എപ്പോഴും ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയേക്കാളും കൂടുതലായിരിക്കും. ഫോർ സെയിം കംപ്രഷൻ റേഷ്യോ ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഡ്യുവൽ സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഡീസൽ സൈക്കിൾ എഫിഷ്യൻസി. അങ്ങനെയാണ് വരിക കംപ്രഷൻ റേഷ്യോ സെയിം ആണെങ്കിൽ. ഇനി കട്ട് ഓഫ് റേഷ്യോ കൂടുന്നതിനനുസരിച്ചിട്ട് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഡീസൽ സൈക്കിളിൽ സെയിം കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ കട്ട് ഓഫ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. ഈ 3 പോയിന്റും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് നോർമൽ റണ്ണിംഗ് the necessary heat to ignite the fuel in a diesel engine is obtained by using option A heater plug, option B a manifold heater, option C a high compression ratio, option D an uncooled cylinder head. ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ ഇഗ്നേറ്റ് ചെയ്യാൻ ആവശ്യമായ നെസസറി ഹീറ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എയറിനെ കംപ്രസ് ചെയ്തിട്ട് എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അതായത് എയറിനെ കംപ്രസ് ചെയ്ത് എയറിൻ്റെ ടെമ്പറേച്ചർ ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിനേക്കാളും വലിയൊരു ഗ്രേറ്റർ വാല്യൂവിലേക്ക് എത്തിച്ചിട്ട് അവിടെ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഹയർ ടെമ്പറേച്ചറിലേക്ക് അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിന് മുകളിലുള്ള ഒരു ടെമ്പറേച്ചറിൽ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഫ്യൂവലിന് ബേൺ ചെയ്യാൻ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ആവശ്യമില്ല. അവിടെ ഫ്യൂവൽ സെൽഫ് ഇഗ്നേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ട നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ കംപ്രഷൻ റേഷ്യോ ആണ്. ഹൈ കംപ്രഷൻ റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എയറിൻ്റെ ടെമ്പറേച്ചർ ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ ഫ്യൂവൽ ബേൺ ആവുള്ളൂ. ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോയുടെ വാല്യൂ 16-20 വരെയാണ്. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫ്യൂവൽ ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ട നെസസറി കണ്ടീഷൻ, ഓപ്ഷൻ സി ഹൈ കംപ്രഷൻ റേഷ്യോ. Next question, what is happening below the piston of two-stroke engine at the instant when spark occurs? Option A,
ന്യൂ ഗ്യാസ് ഈസ് ബീയിങ് കംപ്രസ്ഡ്. ഓപ്ഷൻ ബി, ട്രാൻസ്ഫർ പോർട്ട് ഹാസ് ജസ്റ്റ് ഓപ്പൺഡ്. ഓപ്ഷൻ സി, ന്യൂ ഗ്യാസ് ഈസ് ഫ്ലോയിങ് ഇൻ ത്രൂ ദ ഇൻലെറ്റ് പോർട്ട്. ഓപ്ഷൻ ഡി, ഇൻലെറ്റ് പോർട്ട് ഈസ് ക്ലോസ്ഡ് ആൻഡ് ഡിപ്രഷൻ ഈസ് ബീയിങ് ഫോംഡ്. ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ സ്പാർക്ക് ഉണ്ടാകുമ്പോൾ, അതായത് കമ്പഷൻ ജസ്റ്റ് ഒക്കർ ചെയ്യുമ്പോൾ പിസ്റ്റണിൻ്റെ താഴെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു എഞ്ചിൻ്റെ കേസിൽ സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്, ഈ 4 പ്രോസസ്സ് ഉണ്ട്. 2 സ്ട്രോക്ക് എഞ്ചിന് ഈ 4 പ്രോസസ്സും 2 സ്ട്രോക്കിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ 2 റെവല്യൂഷനിലാണ് ഈ 4 പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിനിൽ സിംഗിൾ റെവല്യൂഷനിൽ അല്ലെങ്കിൽ 2 സ്ട്രോക്കിൽ ഈ 4 പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യും. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ നമുക്കറിയാം, 2 സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവുകളില്ല, പോർട്ടുകളാണുള്ളത്. ഈ പോർട്ടുകൾ ഓപ്പൺ ആകുന്നതും ക്ലോസ് ആകുന്നതും പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ ഒരു എക്സോസ്റ്റ് പോർട്ട്, ഇൻടേക്ക് പോർട്ട്, ട്രാൻസ്ഫർ പോർട്ട്, ഇത്രയും പോർട്ടുകളാണ് 2 സ്ട്രോക്ക് എഞ്ചിനുള്ളത്. 2 സ്ട്രോക്ക് എഞ്ചിന് വാൽവുകൾ ഉണ്ടാവില്ല. ഇനി 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ 2 സ്ട്രോക്കുകൾ നോക്കാം. അപ്വേർഡ് സ്ട്രോക്ക്, പിസ്റ്റൺ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ സക്ഷനും കംപ്രഷനുമാണ് നടക്കുന്നത്. ഇങ്ങനെ പിസ്റ്റൺ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റണിൻ്റെ ടോപ്പ് പോർഷനിൽ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ ട്രാപ്പ് ആവും. ഇങ്ങനെ പിസ്റ്റൺ ഫർദർ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ആവും. ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ സ്പാർക്ക് ഒക്കർ ചെയ്യും. അങ്ങനെ പിസ്റ്റൺ അപ്വേർഡ് മൂവ് ചെയ്ത് സ്പാർക്ക് ഒക്കർ ചെയ്യുന്ന സമയത്ത് ഈ സക്ഷൻ പോർട്ട് അൺകവർ ആവും. ഈ സമയത്ത് ക്രാങ്ക് കേസിനുള്ളിലുള്ള വാക്വം കാരണം ന്യൂ എയർ ഫ്യൂൽ മിക്സ്ചർ ഡ്രോൺ ഇൻ ടു ദ ക്രാങ്ക് കേസ്, അല്ലെങ്കിൽ ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാവും. ഇനി എൻജിനിൽ കമ്പസ്റ്റൻ നടന്ന് പിസ്റ്റൺ ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഡൗൺ സ്ട്രോക്കിൽ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഈ സക്ഷൻ പോർട്ട് പിസ്റ്റൺ കവർ ചെയ്യും, സക്ഷൻ പോർട്ട് ക്ലോസ് ആവും. അതായത് നേരത്തെ ക്രാങ്ക് കേസിലേക്ക് എൻ്റർ ചെയ്ത ഫ്രഷ് ചാർജ് ക്രാങ്ക് കേസിൽ ട്രാപ്പ് ആവും. പിസ്റ്റൺ പിന്നെയും ഫർദർ താഴോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ക്രാങ്ക് കേസിൽ ട്രാപ്പായ ഫ്രഷ് ചാർജ് ട്രാൻസ്ഫർ പോർട്ടിലൂടെ സിലിണ്ടറിലേക്ക് മൂവ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം പിസ്റ്റൺ ഹെഡിൻ്റെ ഈ ഒരു ഷേപ്പും ഫ്രഷ് ചാർജിൻ്റെ മൂവ്മെൻറ്റും കാരണം ബേൺഡ് ഗ്യാസ് എക്സോസ്റ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. പിസ്റ്റൺ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ സക്ഷൻ പോർട്ട് ഓപ്പൺ ആവും, ഫ്രഷ് ചാർജ് ക്രാങ്ക് കേസിലേക്ക് എൻ്റർ ചെയ്യും. ഇനി ഈ പിസ്റ്റൺ ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ ഫ്രഷ് ചാർജ് ക്രാങ്ക് കേസിൽ ട്രാപ്പ് ആവും. അത് ട്രാൻസ്ഫർ പോർട്ടിലൂടെ സിലിണ്ടറിലേക്ക് മൂവ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം സിലിണ്ടറിലെ എക്സോസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റ് പോർട്ടിലൂടെ ഔട്ട്സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, 2 സ്ട്രോക്ക് എഞ്ചിനിൽ സ്പാർക്ക് ഒക്കർ ചെയ്യുമ്പോൾ പിസ്റ്റണിൻ്റെ താഴെ സക്ഷൻ പോർട്ട് ഓപ്പൺ ചെയ്യും. ന്യൂ ഗ്യാസ് ഈസ് ഫ്ലോയിങ് ഇൻ ത്രൂ ദ ഇൻലെറ്റ് പോർട്ട്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്ലോ പ്ലഗ് ഈസ് എ ഓപ്ഷൻസ് എ കംപ്രഷൻ ഡിവൈസ്, എ ഡീകംപ്രഷൻ ഡിവൈസ്, ഫിറ്റഡ് ഇൻ ദ ഇൻലെറ്റ് മാനിഫോൾഡ്, സ്ക്രൂഡ് ഇൻ ദ കമ്പസ്റ്റൻ ചേംബർ. ഗ്ലോ പ്ലഗ് ഡീസൽ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റിംഗ് എലമെൻ്റാണ്. ഗ്ലോ പ്ലഗിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ എൻജിൻ സിലിണ്ടേഴ്സിനെ വാമപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോ പ്ലഗിൻ്റെ പ്രൈമറി പർപ്പസ്. അതായത് നമുക്കറിയാം, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനിൽ ഫ്യൂവൽ കമ്പസ്റ്റ് ചെയ്യുന്നത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. അതേസമയം ഡീസൽ എഞ്ചിനിൽ ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് ഫ്യൂവൽ ബേൺ ചെയ്യാൻ തുടങ്ങുന്നത്. നമുക്കറിയാം, കോൾഡ് സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ എൻജിൻ സിലിണ്ടറിൻ്റെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഡീസൽ എൻജിനിൽ ഡീസലിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിലേക്ക് ഈ ടെമ്പറേച്ചർ റേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ ഡീസൽ എൻജിനിൽ പ്രോപ്പർ ഇഗ്നീഷൻ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹീറ്റിംഗ് എലമെൻ്റാണ് ഗ്ലോ പ്ലഗ്. ഇതാണ് ഗ്ലോ പ്ലഗ്. ഇത് ഒരു 12 വോൾട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റിംഗ് എലമെൻ്റാണ്. ബാറ്ററിയിൽ നിന്നുള്ള ടെർമിനൽ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ എൻജിൻ സിലിണ്ടറിൽ കണക്ട് ചെയ്യുന്ന ബോഡിയാണ് നെഗറ്റീവ് ടെർമിനലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ബാറ്ററിയിൽ നിന്നുള്ള സെൻട്രൽ ടെർമിനൽ ഒരു ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ഹീറ്റർ ട്യൂബുമായിട്ടാണ് ഫ്യൂവലും എയറും കോണ്ടാക്റ്റിൽ വരുന്നത്. അങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ഈ ഡിവൈസിന് ഗ്ലോ പ്ലഗ് എന്ന് പറയാൻ കാരണം, ഹീറ്റിംഗ് നടക്കുമ്പോൾ ഈ ഹീറ്റർ ട്യൂബിൻ്റെ സർഫസ് റെഡ് ഹോട്ട് ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ട് അത് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഗ്ലോയിങ് കൊണ്ടാണ് ഇതിന് ഗ്ലോ പ്ലഗ് എന്ന് പറയുന്നത്. ഗ്ലോ പ്ലഗിൻ്റെ ഈ ത്രെഡഡ് പോർഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് എൻജിൻ സിലിണ്ടറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിലിണ്ടറിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ ഓപ്ഷൻ ഡി സ്ക്രൂഡ് ഇൻ ദ കമ്പസ്റ്റൻ ചേംബർ. ഗ്ലോ പ്ലഗ് കമ്പസ്റ്റൻ ചേംബറിലേക്ക് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ ആൻഡ് എയർ മിക്സ്ഡ് ടുഗദർ ഇൻ ദ ഓപ്ഷൻ കാർബറേറ്റർ, ഇഞ്ചക്ടർ, കമ്പസ്റ്റൻ ചേംബർ, ഇൻലെറ്റ്, പോർട്ട്. നമുക്കറിയാം ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ ഡയറക്റ്റ് കമ്പസ്റ്റൻ ചേംബറിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് എയറും ഫ്യൂവലും മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി കമ്പസ്റ്റൻ ചേംബർ. പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ എയർ ഫ്യൂവൽ മിക്സിംഗ് നടക്കുന്നത് കാർബറേറ്ററിലാണ്.